ഇന്നത്തെ ഡെയിലി മന്നയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ അനുഭവമാണ് ഇന്നത്തെ ഡെയിലി മന്നയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പല സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് ഈ മാറ്റങ്ങളുണ്ടായത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രമാത്രം സന്തോഷിക്കുവാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്രമാത്രം സംസാരിക്കുവാൻ കഴിയുന്നത്? കാരണം ഞാനൊരു സമയത്ത് വളരെ ഇൻട്രോവേർട്ടായിരുന്നു, ഉൾവലിയുന്ന അനുഭവമായിരുന്നു, മറ്റുള്ളവർക്ക് മുഖമേ കൊടുക്കത്തില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഈ മാറ്റമൊക്കെ ഉണ്ടായത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം വളരെ വേഗത്തിൽ, ചുരുങ്ങിയ സമയത്തിൽ, വളരെ കുറച്ച് മിനിറ്റുകളിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒത്തിരി ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിരുന്നു. എൻ്റെ ഡാഡിക്ക് മമ്മിക്ക് ഞാൻ ഒരേ ഒരു മകനാണ്. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഒരു അങ്കിളിൻ്റെ മകൻ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് ആ സഹോദരൻ പഠിച്ചത്, വളർന്നത്. എന്നെക്കാളും 10 വയസ്സ് കൂടുതലുള്ള ആ സഹോദരൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. എന്നാൽ എനിക്ക് 10 വയസ്സുള്ള സമയത്ത് എൻ്റെ സഹോദരൻ ജോലി ലഭിച്ചു. അങ്ങനെ ഹൈദരാബാദിലേക്ക് അദ്ദേഹം വന്ന് യാത്രയായി. അദ്ദേഹം പോയി കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ ഒത്തിരി അടിവെക്കുകയും തമാശ പറയുകയും കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അകലം ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിക്കുവാൻ തുടങ്ങി. എനിക്ക് അല്ലാതെ സുഹൃത്തുക്കൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ഞാൻ ഒറ്റപ്പെടൽ അനുഭവിച്ചു. ആ സമയത്ത് എൻ്റെ കൂടെ ഇരിക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് ഞാൻ വളരെ ആശിച്ചു. എന്നാൽ എനിക്ക് എൻ്റെ മനസ്സിൽ അത്രമാത്രം അടുക്കുവാനായിട്ട് ആർക്കും കഴിഞ്ഞതേയില്ല. നിശ്ചയമായിട്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു വല്ലാത്ത ഒറ്റപ്പെടൽ എൻ്റെ ഉള്ളിൽ ആഴമായിട്ട് ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. എനിക്ക് പല യോഗങ്ങളിൽ പങ്കെടുത്തത് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് പാഷൻ വീക്ക് സമയത്ത് പള്ളിയിൽ മുഴങ്ങി കേൾക്കുന്ന ഒരു പ്രത്യേക ഗാനമുണ്ട്. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശം എഴുതിയ ഗാനം. ക്രൂശിന്മേൽ കാണുന്നതാരുത, പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പാട്ട് പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഓർക്കുന്ന ഏതോ ഒരു അവസരത്തിൽ ഈ പാട്ട് എൻ്റെ ഉള്ളിൽ ആഴമായിട്ട് സ്പർശിച്ചിരുന്നു. അതുമായിട്ട് അനുബന്ധമായ ചില യോഗങ്ങളിൽ എനിക്ക് ലഭിച്ച അനുഭവങ്ങളൊക്കെ യേശുവിലേക്ക് എന്നെ അടുപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തു, അത് യേശു ഞാൻ ചെറുപ്പം മുതൽ ആരാധിച്ചു വന്നതെങ്കിലും യേശുവിനെ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞത് എൻ്റെ ഒരു 12 വയസ്സുള്ള ടൈമിലായിരുന്നു. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി, കർത്താവായ യേശു കാൽവരി ക്രൂശിൽ മരിച്ചത്, വേദനകളെല്ലാം സഹിച്ചത് അത് എനിക്ക് വേണ്ടിയായിരുന്നു. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് കിട്ടേണ്ട ശിക്ഷയാണ് ക്രൂശിൽ യേശു എനിക്ക് പകരമായി ഏറ്റെടുത്തതെന്നും യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുവെന്നും യേശുവിന് എൻ്റെ ഹൃദയത്തിൽ വരുവാൻ കഴിയുമെന്നുമുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരു നാൾ യേശുവിനെ ഞാൻ സ്വീകരിക്കുവാനിടയായിത്തീർന്നു. യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടി ആ ക്രൂശിൽ മരിച്ചത്, ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഏറ്റെടുത്തു. അതിന് മുമ്പ് തന്നെ എൻ്റെ ഉള്ളിൽ എൻ്റെ തെറ്റുകളെക്കുറിച്ചുള്ള ഒരു വല്ലാത്ത ബോധ്യമുണ്ടായി. ഞാൻ അന്നുവരെ പെർഫെക്റ്റ് എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ ദൈവം എൻ്റെ ഉള്ളിലുള്ള ഒത്തിരി തെറ്റുകൾ എനിക്ക് ബോധ്യമാക്കി തന്നു. ഞാൻ ആ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. ആ സമയത്ത് യേശു എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഇതാ ആരോ ഉള്ളതുപോലെ അല്ല, യേശു എൻ്റെ കൂടെ ഉള്ളതായി വളരെ റിയലായിട്ടൊരു എക്സ്പീരിയൻസ് ഞാൻ അനുഭവിക്കുവാൻ തുടങ്ങി. അതേ പ്രിയപ്പെട്ടവരെ, ആ അനുഭവം വളരെ യാഥാർത്ഥ്യമായിരുന്നു. ഇന്നും എനിക്ക് ആ അനുഭവത്തിലൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത്. ഇന്നും യേശു എന്നോട് കൂടെ ഉണ്ട്, യേശു എന്നോട് സംസാരിക്കുന്നു, യേശു എന്നോട് ഇടപെടുന്നു. അതെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഇത് എൻ്റെ മാത്രം അനുഭവമാണെന്ന്. ഒത്തിരി പേരുടെ അനുഭവമാണ്. അങ്ങനെയുള്ള ധാരാളം പേരുമായിട്ട് ഇന്ന് ഞാൻ ബന്ധപ്പെടുന്നു, സംസാരിക്കുന്നു. അവരൊക്കെ അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങളെക്കുറിച്ചും എന്നോട് പറയാറുണ്ട്. അത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളും ഈ യേശുവിനെ സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. യേശു ഒരു മതത്തിൻ്റെ ദൈവമല്ല, യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, യേശു ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ ദൈവമല്ല. യേശു ആര് തന്നെ സ്വീകരിക്കുന്നു, തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ്
ഞാൻ പാപിയാണെന്ന് പറഞ്ഞ് യേശുവേ എൻ്റെ ഹൃദയത്തിൽ വരണമേ, അങ്ങ് എനിക്ക് വേണ്ടി ആ ക്രൂശിൽ മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞ് യേശുവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണെങ്കിൽ നിശ്ചയമായും യേശു നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങളൊന്ന് മുട്ടുമടക്കാൻ തയ്യാറാവുക. വ്യക്തിപരമായി നിങ്ങളിരിക്കുന്ന റൂമിലിരുന്ന് ഒന്ന് പറഞ്ഞാൽ മതി, നിശ്ചയമായി യേശു നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കർത്താവ് കൊണ്ടുവരട്ടെ. ഗോഡ് ബ്ലെസ് യു.